ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പണ്ടെന്നോ കേട്ടുമറന്ന ഒരു കവിതയുടെ 2 വരികൾ അതിങ്ങനെയാണ്: 1 രൂപ ചന്തക്കെടുക്കുമ്പോൾ എത്രയോ ചെറുത്, പള്ളിക്കെടുക്കുമ്പോൾ എത്രയോ വലുത്. അതായത് 1 രൂപ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി എടുക്കുമ്പോൾ അത് ഒന്നുമല്ല, അത് വളരെ ചെറുതാണ്, ഒന്നിനും തികയില്ല. എന്നാൽ അത് പള്ളിക്കെടുക്കുമ്പോൾ ദൈവത്തെ പ്രതി, ദൈവിക ശുശ്രൂഷകൾക്ക് ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് വലിയ ഒരു തുകയാണ്. ഇത് ആരോ എഴുതിയ ഒരു കവിതയുടെ ആദ്യത്തെ 2 വരികളാണ്. വളരെ അർത്ഥവത്തായ വരികളാണിത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ 2 മുതലുള്ള വചനങ്ങളിൽ കാണുന്നു. അവിടെ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത് പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഇവിടെ നമ്മൾ കാണുന്നത് മറിയം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വളരെ വിലയേറിയ സുഗന്ധ തൈലം ഈശോയുടെ പാദങ്ങളിൽ പൂശുകയാണ്. അപ്പോൾ അവിടെയാണ് യൂദാസ് പറയുന്നത്, ഇത് 300 ദനാറയ്ക്ക് വിൽക്കാമായിരുന്നു, ഇതെന്തിന് വേസ്റ്റ് ചെയ്തു? ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെ പ്രതി നാം എന്തെങ്കിലും ചെയ്യുന്നത്, ദൈവത്തിന് കൊടുക്കുന്നത്, അതായത് ദൈവനാമത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, ദൈവിക ശുശ്രൂഷകൾക്ക് കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായി കണക്ക് നോക്കിയാണ് ചെയ്യുന്നത്. അത് വലിയ കണക്കായിട്ട് നമ്മൾ കാണും. എന്നാൽ ദൈവത്തിൽ നിന്ന് നാം ഓരോരുത്തരും സ്വീകരിച്ചതിൻ്റെ വില നമ്മൾ ആരും തന്നെ കണക്ക് കൂട്ടാറില്ല. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങളിൽ നാം കാണുകയാണ്, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. വളരെയധികം ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം ദൈവപുത്രനെ, യേശുവിനെ, ദൈവം തന്നെയായ യേശുവിനെ നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി കൊടുത്തു. അതിന് യാതൊരു കണക്കുമില്ല. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പാപത്തിൽ മരിക്കുമായിരുന്നു, രക്ഷ നമുക്ക് അന്യമായി തീരുമായിരുന്നു. അപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു കുരിശിൽ മരിച്ച് രക്ഷ നേടിത്തന്ന് ഓരോ ദിവസവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും നന്മയും കരുതലും വച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്, ദൈവത്തെ പ്രതി ആർക്കെങ്കിലും കൊടുക്കുന്നത്, ദൈവിക ശുശ്രൂഷകൾക്ക് കൊടുക്കുന്നത്, നമ്മളത് വലിയ കണക്കായിട്ട് കൂട്ടും. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ദൈവത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നത് എത്രയോ വലുത്, എന്നാൽ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത്, ദൈവത്തെ പ്രതി കൊടുക്കുന്നത് എത്രയോ ചെറുത് എന്ന് ചിന്തിക്കാനുള്ള ഒരവസരമാണ്. യേശു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി കുരിശിൽ മരിച്ചു. അത് എത്ര കൊടുത്താലും
അതിന് പകരമാവില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഈ വലിയ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ, ദൈവത്തെ പ്രതി കൊടുക്കാൻ തീരുമാനിക്കാം. അങ്ങനെ ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി സഹിച്ച, നമുക്ക് വേണ്ടി മരിച്ച ആ ഈശോയ്ക്ക് ഒരല്പമെങ്കിലും സ്നേഹം തിരിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.